ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മളും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഏവനെ വിളിച്ചു നോക്കി, പുള്ളി ഫോൺ എടുത്തില്ല. അതായാലും പിന്നെ നമ്മൾ കുറച്ച് ഒരു 7 മണി 8 മണി ആയപ്പോൾ നമ്മൾ ഒരു ഫെർട്ടിലൈസർ ഷോപ്പിൻ്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. സോ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ പുള്ളീനെ വിളിച്ചതിനിപ്പോൾ പുള്ളിയും ഇന്ന് വേറെ എവിടെയോ പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതും നടന്നില്ല. സോ ഇപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമുക്ക് വൈകുന്നേരം എങ്ങാനും നമ്മുടെ വില്ലേജിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് ഫാമേഴ്സിനെ കാണാൻ പറ്റുമെങ്കിൽ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നത്തെ പരിപാടിയൊക്കെ നിൽക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജിമ്മിൽ പോകണതിന് ഇപ്പോൾ 2 ആഴ്ച നമ്മൾ ജിമ്മിൽ പോയി. സോ ഇനിയോട്ട് നമ്മൾ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ മാസ്റ്റർ ജിം ട്രെയിനർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഇനി രാവിലെ ബ്രെഡും മുട്ടയും കഴിക്കാൻ പോവാണ്. സോ 4 മുട്ടയും 4 സ്ലൈസ് ബ്രെഡും കഴിക്കാനാണ് പറഞ്ഞേക്കണം. സോ എന്തായാലും നമ്മൾ സംഭവം റെഡിയാക്കിയിട്ട് കഴിക്കട്ടെ. സോ എന്തായാലും റെഡിയാക്കിയിട്ട് കാണിച്ചാൽ കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ മുട്ട ഓംലേറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്കി 2 ഓംലേറ്റ് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി ഇത് കഴിക്കാൻ പോവാണ്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ട്, പിന്നെ നമ്മുടെ സോയ ചങ്ക്സ് കറി, മുട്ടക്കറി, പിന്നെ ചപ്പാത്തിയാണ് ഉള്ളത്. സോ രാബി ചപ്പാത്തിയും മുട്ടൻ കറിയും കൂടി കഴിക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തിയും നമ്മുടെ സോയ ചങ്ക്സ് കറിയും മുട്ടക്കറിയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ അടിപൊളിയായിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നു. സോ ചപ്പാത്തിയും ചോറും സോയ ചങ്ക്സ് കറിയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. സോ ചോറ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കഴിച്ചത്. സോ ഇത്രയുള്ള നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികൾ. ഇനിയിപ്പോൾ കുറച്ച് നേരം പോയി ഒന്ന് കിടന്നുറങ്ങട്ടെ. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണിക്കുന്നത് ഇനിയിപ്പോൾ നാളത്തെ വ്ളോഗിൽ കാണിക്കാം. സോ ഇന്നലത്തെ ഈവനിങ് നമ്മൾ കുറച്ച് സ്ഥലത്തും വരെ പോയിട്ടുണ്ടായിരുന്നു. സോ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാണ്ടാണ് പോകുന്നത്. സോ നമ്മൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ ഹെൽമെറ്റ് ഇടുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ ഭയങ്കര ഇതായിട്ട് ഒരുമാതിരിയൊക്കെ നോക്കാം. പിന്നെ ഇവിടെ ഇവന്മാരുടെ അടുത്ത് ഹെൽമെറ്റും ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിലാകെ ഒരു കാറുള്ളതിന് എനിക്ക് ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. സോ നമുക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് എടുത്തു വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് വെക്കാത്തത് കേട്ടോ. കാരണം ഇവിടെ ആകെ ഒരു വണ്ടിക്ക് ഒരു ഹെൽമെറ്റാണുള്ളത്. ആ ഒരു ഹെൽമെറ്റ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ആ വണ്ടി വേറൊരുത്തൻ എടുത്തുകൊണ്ട് പോയതിന് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും, ആ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ പോകുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗം ഭയങ്കര കുറവാണ്. സോ ആരും അത് കണ്ട് അനുകരിക്കരുത്. എല്ലാവരും മാക്സിമം ഹെൽമെറ്റ് ഉപയോഗിച്ച് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ അവിടെ ഇച്ചിരി സീനാണ്. സോ എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുക. നമ്മുടെ ഹെഡിനും നമ്മുടെ ബോഡിക്കും എല്ലാത്തിനും നല്ലതാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി എഴുന്നേക്കട്ടെ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. വലിയ പോസ്റ്റൊന്നുമല്ല, പക്ഷേ ചെറിയൊരു പോസ്റ്റാണ്. പക്ഷേ നമ്മൾ കടന്നിട്ട് വേണം. കാരണം ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഇന്നലെ വന്ന ലൊക്കേഷനിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്ന നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് നമ്മുടെ കൂടെയുള്ള റൂമീസിന് ഇവിടെ വന്ന് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്താണെന്ന് താല്പര്യം തോന്നി. സോ നമ്മൾ അങ്ങനെ അവരെയും കൊണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പുറത്തെ കൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എന്താ ഉള്ളതെന്നും കൂടി നോക്കാൻ പോകാൻ കേട്ടോ. നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഈ ഫ്രണ്ടിൽ ഫുള്ള് കാടാണ് കേട്ടോ. കാട്ടിക്കൂടെ അവിടെ വരെ നടന്നു പോകാം. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോൾ ആ സൈഡിൽ നിന്ന് ആരൊക്കെയോ ഒരു ഫാമിലി കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ അപ്പുറത്തേക്ക് പോയി നോക്കുകയാണ്. അവന്മാർ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ കാട്ടിക്കൂടെ നടന്നു പോകാം. എന്താ അവസ്ഥ എന്നറിയാം. എവിടെയോ പോവുകയാണ് ഗേസ്. കുറേ ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാണ്ട്. സോ ഫുള്ള് കാടാണ് ഗേസ്. കണ്ടോ, ബാക്കിലൊക്കെ കാടാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ റോഡിനുള്ള അവർ കല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാനും അത്ര കുഴപ്പമില്ല. പക്ഷേ 2 സൈഡ് ഫുള്ള് കാടാണ്. സോ അങ്ങനെ നമ്മൾ നടന്നു പോയോണ്ടിരിക്കുകയാണ്. എവിടെ എത്തുന്നുള്ളത് അറിയില്ല. എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ജീവനോടെ തിരിച്ചെത്തുമായിരിക്കും അല്ലേ. പുലി
ഒന്നും വരില്ല എന്ന് വിചാരിക്കണം. എവിടെ മരം കാണാനില്ല ഗൈസ്. അയ്യോ എന്തായാലും നോക്കട്ടെ ഗൈസ്. നമ്മൾ എവിടെ ഒരു ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ചെറിയൊരു കട്ടിങ് എടുക്കുമ്പോൾ എന്തോ ഒരു സംഭവം കാണാനുണ്ട്. ഇവിടെ അധികം വെള്ളമൊന്നുമില്ല. അപ്പം നമ്മളത് കണ്ടിട്ട് പിന്നെ എനിക്കിപ്പോൾ ഉള്ളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോയോണ്ടിരിക്കാൻ കേട്ടോ. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് കുറച്ചുകൂടി വെള്ളമുള്ള ഏരിയ കിട്ടിയിട്ടോ. ഇതിങ്ങനെ ഒരു സംഭവമാണ് കിട്ടിയത്. അവിടെ ആണെങ്കിൽ മുകളിലുള്ള മരം ഞാവൽപ്പഴത്തിൻ്റെ മരം. ഞാവൽപ്പഴമൊക്കെ കുറേ താഴ്ത്തെടുക്കുന്നുണ്ട് അല്ലേ? ഞാവൽപ്പഴം. യെസ് ഗൈസ്. സോ ഇനിയിപ്പോൾ ഇവിടെ എന്തോ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട്. ഏതൊരു ട്രൈബൽ ഏരിയ ആണോ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതോ ഗ്രാമത്തിലെത്തിയപ്പോൾ ഇവിടെ ഏതോ വീട്ടിൽ വെച്ചാണ് പാട്ടാന്ന് തോന്നുന്നു. ഇവിടെ അടിപൊളിയായിട്ട് നെല്ലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ്, കല്ലുമേക്ക് കല്ല് എറിഞ്ഞ് കളിച്ചതിന് ശേഷം നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ ആ കൊമ്പൻ്റെ അവിടെ ഇങ്ങനെ ഓട്ട കാണാനുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. സോ അതിലേക്ക് ആദ്യം കല്ല് ഉള്ളിലേക്ക് എറിയുന്നുള്ള ഒരു മത്സരത്തിലാണ് ഇവിടെ. സോ ആര് എറിയുന്നുള്ളത് നമുക്ക് നോക്കാം. സൂപ്പർ. പോട്ടാണ്ട വിൻ.
നമ്മൾ വൈബ് ചെയ്തിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. സോ ലെറ്റ്സ് ഗോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യൂ. ഓട്ടെ. എടാ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞേ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി സൂപ്പർ മൂണും ബ്ലൂ മൂണും പിന്നെന്താ ഫുൾ മൂണൊക്കെ ഒന്നിച്ചിടുന്ന ഒരു ഇതാണ്. 20 ഇയേഴ്സിനുള്ളിൽ ഒരിക്കൽ മാത്രമല്ല. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഹാലോ പോലെ കണ്ട ഫുള്ള് ഒരു റെയിൻബോ പോലെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്യാമറ എത്ര കിട്ടുന്ന ഉണ്ടല്ലേ? കണ്ടോ ഒരു റെയിൻബോ പോലെ ചുറ്റും വരുന്നുണ്ട്. അതിന് ചുറ്റും ഒരു റെയിൻബോ പോലത്തെ ഒരു സംഭവം കണ്ടോ? ഹാലോ എന്തോ ഇല്യൂഷനോ ലൂമിനൻസിന്റെ ഇത് ബ്രൈറ്റ്നെസ് കൂട്ടിയതാന്ന് തോന്നുന്നു അല്ലേ ഗൈസ്? ബ്ലൂ മൂൺ പ്ലസ് സൂപ്പർ മൂൺ ഈക്വൽ ടു ദിസ് വൺസ് ഇൻ 20 years സ്പെഷ്യൽ എഫക്റ്റ് ഗൈസ്. പക്ഷേ ഈ ഒരു ലൈറ്റിംഗ് കാരണം നമ്മൾ ബാക്കി സ്കൈയിലേക്ക് നോക്കിയാൽ അതേ രാവിലെ ഉള്ള പോലെ ഫുള്ള് ക്ലൗഡ്സ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. കണ്ടോ? നമ്മുടെ ക്യാമറയിൽ ഇത്രേ കിട്ടണുള്ളൂ ഗൈസ്. പക്ഷേ ബ്രൈറ്റ്നെസ് കൂട്ടുമ്പോൾ കണ്ടോ നിങ്ങൾക്ക്? അതിന് ചുറ്റും ഒരു സംഭവം കണ്ടോ? ഇതാണ് കേട്ടോ സ്പെഷ്യൽ സാധനം. ഗൈസ് മേഘത്തിനൊക്കെ നല്ല വെളിച്ചമുണ്ടോ ഇന്ന്? ഈ ഒരു മൂണിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ആണ് എന്ത് ചെയ്യുക, നമുക്ക് നല്ല അടിപൊളിയായിട്ട് മേഘങ്ങൾ രാവിലെ കാണുന്ന പോലെ ഒരു സെറ്റപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് അധികം സ്റ്റാറൊന്നുമില്ല, ഉണ്ട് പക്ഷെ ക്ലൗഡ്സാണ് കൂടുതലും കാണുന്നത്. കണ്ടോ എന്ത് അടിപൊളിയായിട്ട് കാണുന്നത്. ഗൈസ് അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വേണം നമുക്ക് വില്ലേജിലോട്ട് പോകാൻ. സോ എന്തായാലും ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടി ആക്കി കഴിഞ്ഞാൽ ലെങ്ത് കൂടി പോകും, പിന്നെ ലേറ്റ് ആവും അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നാലൊരു അടിപൊളി വ്ളോഗായി വരുന്നവരെല്ലാവർക്കും ബൈ.